മോനുകുട്ടോ, മോനുകുട്ടോ, മോനുവേ, മോനു എഴുന്നേക്ക്, പള്ളി പോണം. വാ വാ മോനുകുട്ട, എഴുന്നേക്ക്. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കാണാമോ? ആ കണ്ണാടി കൂടെ കാണാം. സൺഡേ സ്കൂളൊക്കെ ഉണ്ട്. സൺഡേ സ്കൂൾ കഴിഞ്ഞു വരും. വരാമേ. മോനിക്കുട്ടൻ ഇന്നലെ അമ്മമ്മയുടെ കൂടെ ടൗണിൽ പോയി പുതിയ ചെരുപ്പൊക്കെ മേടിപ്പിച്ചു. അതൊക്കെ ഇട്ട് ടിക്ടോപ്പിൽ നിൽക്കും. ചെരുപ്പിന്റെ കൂടെ ഫുള്ളും ചേരും. ഇത് ഫുള്ളും ചേരത്തില്ലേ എൻ്റെ കൂടെ? വണ്ണം കുറഞ്ഞു നല്ല വണ്ണം കുറയാനത്ത് ഇതിലിടാമല്ലോ. എടുക്ക ഭാഗ്യം എന്തിയെ? ഇന്ന് പണിയുണ്ടോ? പള്ളി പോയച്ചും വന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഞാനൊരു വിഷമം ഷെയർ ചെയ്ത സമയത്ത് ഫാനിട്ടേക്കുന്നതുകൊണ്ട് ഇറിറ്റേഷൻ ഉണ്ട്, പക്ഷേ ഭയങ്കര ചൂടെടുക്കുന്നത്. ഒരു വിഷമം ഷെയർ ചെയ്ത സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട ഒരുപാട് പേര് അത് മനസ്സിലാക്കി എൻ്റെ കൂടെ ഒത്തിരി നല്ല വാക്കുകളിലൂടെയൊക്കെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു കേട്ടോ. പിന്നെ ഞാൻ ചിരിക്കുന്നത് കാണാനും സന്തോഷമായിട്ടിരിക്കുന്നത് കാണാനും ആഗ്രഹിക്കുന്ന നിങ്ങളെപ്പോലുള്ള ചില മനുഷ്യരുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ മുന്നോട്ട് നയിക്കുന്ന ശക്തി. അപ്പം ഞാൻ ഇനി പറയാൻ കാരണം എന്ന് വെച്ചാൽ, അത് കഴിഞ്ഞുള്ള വീഡിയോയിൽ കുറേ പേര് പറഞ്ഞു വിഷമമൊക്കെ മാറിയോ, റിലാക്സ് ആയെന്ന് തോന്നുന്നല്ലോ, സംസാരം കേട്ടിട്ട് മുഖം കണ്ടിട്ട് ചിരിയൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ്. അത് ഞാൻ പറഞ്ഞായിരുന്നു, നമ്മൾ എന്താ പറയുന്നത്, ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടല്ലോ, ഒരു എന്താ കരയാനും ചിരിക്കാനും ഒന്നും കഴിയാത്ത ഒരവസ്ഥയിൽ നമ്മളിങ്ങനെ സ്റ്റക്കായി പോകത്തില്ലേ? ആ അവസ്ഥയാവുമ്പോൾ നമ്മൾ വിചാരിക്കും, സഹായാവസ്ഥ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതിലേക്ക് എന്നെ കൊണ്ടെത്തിച്ച ജീവിതാനുഭവങ്ങളൊക്കെ ചിലപ്പോൾ ഞാൻ വരുത്തി വെച്ചതായിരിക്കും. ഞാൻ ചിലപ്പോൾ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയാതെ, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ, എന്താ പറയുന്നത്, തല കുമ്പിട്ടിങ്ങനെ നിന്നിട്ടായിരിക്കാം ഞാൻ ഈ അവസ്ഥയിലേക്ക് വന്നത്. അപ്പം ഞാൻ അത് വെച്ചിട്ട് എൻ്റെ പെൺമക്കളുള്ള അമ്മമാരോടും അച്ഛന്മാരോടും പെൺമക്കളോടും ഒക്കെ ഞാൻ ആ ഒരു കാര്യത്തെ വീഡിയോയിൽ പറഞ്ഞത്, പെൺമക്കളെ കരുത്തോടെ വളർത്തുക, അവർക്ക് എതിർക്കേണ്ട കാര്യങ്ങൾ എതിർത്ത് തന്നെ മുന്നോട്ട് പോകാനും, എന്നും അവരുടെ ലൈഫ് ഒരു സേഫ് സോണിലായിരിക്കാനും അവരുടെ പേരൻസ് അവരുടെ കൂടെ ഉണ്ടാവണം, അവരുടെ മനസ്സ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, എൻ്റെ വ്യക്തിപരമായ അനുഭവം കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം പിന്നെ കുറച്ച് കമൻറ്റ് വന്നത് എന്താണെന്നറിയാമോ? എന്താ പറയുന്നത്, മക്കളുണ്ട് ചുറ്റും, കുറച്ച് ബന്ധുക്കളൊക്കെ ഇല്ലേ സ്നേഹിക്കുന്നവർ, ഇതുപോലും ഇല്ലാത്തവരുണ്ടെന്ന്. അത് ശരിയാണ്. പക്ഷേ വ്യക്തിപരമായ ജീവിതത്തിൽ എൻ്റെ പ്രശ്നങ്ങൾക്ക്
പരിഹാരം കണ്ടെത്താൻ ഈ പറയുന്ന ആർക്കും കഴിയില്ല. കാരണം അവർക്കൊക്കെ അവരുടേതായിട്ടുള്ള ജീവിത പ്രാരാബ്ദങ്ങളും പ്രശ്നങ്ങളും ഉണ്ട്. എന്ന് വെച്ചാൽ അവർ ശ്രമിച്ചിട്ടില്ല എന്നല്ല, ശ്രമിച്ചിട്ടുണ്ട്. ശ്രമിച്ച് പരാജയപ്പെട്ടത് കൊണ്ട് ഇപ്പം ഞാൻ അവരെ എൻ്റെ പ്രശ്നങ്ങളിലേക്കൊന്നും അങ്ങനെ ഒരു പരിഹാരം കണ്ടെത്താൻ ഞാൻ അവരോട് നിർബന്ധിക്കാൻ പറ്റത്തില്ല. ഞാനായിട്ട് തീരുമാനം എടുക്കുക, ഞാനായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതല്ലാതെ ഇതിനകത്ത് വേറെ പോകാൻ വഴിയില്ല എന്നുള്ളതാണ് സത്യം. എല്ലാവരും ഉള്ളപ്പോഴും നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മുടെ ലൈഫിൽ നമ്മൾ മാത്രമാണ്, നമ്മുടെ പ്രശ്നങ്ങളുടെ നടുവിൽ നമ്മൾ മാത്രമാണ്. അവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് പരിധിയുണ്ട്, പറയാൻ പറ്റുന്ന വാക്കുകൾക്കും പരിധിയുണ്ട്. അതുകൊണ്ട് അതിനകത്ത് നമുക്ക് എല്ലാവരും ഉണ്ട് എന്ന് പറഞ്ഞതിൽ ഒരു 80% അത് നമുക്ക് നമ്മുടെ ലൈഫിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് ആരുണ്ടെങ്കിലും നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടേത് മാത്രമാണ്. അത് സത്യമായിട്ടുള്ള അവസ്ഥയാണ്. അതൊരു സ്നേഹബന്ധത്തിന്റെ ഒരു പ്രശ്നമല്ല. എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നാൽ അത് സോൾവ് ചെയ്യുക എന്നുള്ളത് അവരുടെ മാത്രം ഒരു കാര്യമാണ്. ചില കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ബന്ധുക്കൾ ഇടപെട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ചിലതൊക്കെ നമ്മുടേത് മാത്രമായിട്ട് തീരും. അങ്ങനെ തന്നെയുള്ള പ്രശ്നങ്ങളും ഉണ്ട്. ഞാൻ ഇന്ന് ഇത്രയും പറഞ്ഞതിന്റെ കാര്യം, ഇന്നത്തെ ബൈബിൾ വചനത്തെ പറ്റി അച്ഛൻ പറഞ്ഞപ്പോൾ നിസ്സഹായരായ ആൾക്കാരെ പറ്റി പറഞ്ഞു. ഈ നിസ്സഹായ അവസ്ഥ എന്ന് പറയുന്നത് വന്ന് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവൂ. ചുറ്റും നിന്ന് അങ്ങനെ ചെയ്യാമായിരുന്നു, ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്ന് പറയാൻ നമുക്ക് പറ്റും. പക്ഷെ ആ ഒരു സ്റ്റാൻഡിൽ നിൽക്കുന്ന വ്യക്തിക്ക് മാത്രമേ അതിൻ്റെ ഒരു ദുരവസ്ഥ എന്താണ് അവരുടെ ലൈഫിലൂടെ കടന്നു പോകുന്നതെന്ന് അറിയാൻ പറ്റുന്നുള്ളൂ, പറയാനേ പറ്റത്തുള്ളൂ. അങ്ങനെ ചെയ്യാമായിരുന്നു, ഇങ്ങനെ ചെയ്യാമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഇപ്പോഴത്തെ നിസ്സഹായാവസ്ഥയാണ്. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ. ഞാൻ ഇന്ന് രാവിലെ ഞാൻ എഴുന്നേക്കുമെന്ന് വിചാരിച്ചല്ല. കാരണം അത്രയും എനിക്ക് ഈ ഉറക്കക്കുറവും ഈ സ്ട്രെസ്സും ഒക്കെ കൊണ്ടായിരിക്കാം എനിക്ക് ഭയങ്കര ശാരീരിക ബുദ്ധിമുട്ടുകളിലൂടെയാണ് ഇപ്പൊ കടന്നു പോകുന്നത്. അപ്പോൾ രാവിലെ എഴുന്നേക്കുമെന്നോ പള്ളിയിൽ പോകാൻ പറ്റുമെന്നോ ഒന്നും വിചാരിച്ചതല്ല. പക്ഷെ ഞാൻ എഴുന്നേറ്റു. എനിക്ക് കുറച്ചു നേരം പോകണം, അവിടെ നിന്ന് കുറച്ചു നേരം എനിക്ക് പള്ളിയിലായിരിക്കണമെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ഇന്ന് സകല ബുദ്ധിമുട്ടുകളും മാറ്റി വെച്ചിട്ട് പോയതാണ് കേട്ടോ. പക്ഷെ അവിടെ ചെന്നും എനിക്ക് എന്താ പറയുന്നത്, അവിടെ ഇരിക്കാനും നിൽക്കാനും പറ്റാത്ത പോലെ എനിക്ക് ബുദ്ധിമുട്ട് തോന്നി. പക്ഷെ ഞാൻ അവിടെ നിന്നു. എനിക്ക് എന്തൊക്കെയോ പറയണമെന്ന് കരുതിയാണ് ഞാൻ പോയത്. കുറെ കരഞ്ഞു തീർക്കണമെന്ന് കണ്ടാണ് പോയത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം എനിക്ക് കരയാൻ കണ്ണുനീരുമില്ലായിരുന്നു, പറയാൻ വാക്കുകളും ഇല്ലായിരുന്നു. സത്യമായിട്ട് എന്താ ഇങ്ങനെയെന്ന് എനിക്കറിഞ്ഞുകൂടാ. പിന്നെ ഈശ്വരനെ അറിയാതെ ഒന്നും നടക്കുന്നില്ല എന്നാ പറയുന്നത്. അപ്പം തന്നെ എൻ്റെ മനസ്സും ഈശ്വരനെ അറിയട്ടെ, എൻ്റെ വേദനകൾ എന്താണെന്നും എൻ്റെ അവസ്ഥ എന്താണെന്നും മുന്നോട്ട് എന്താണ് വഴിയെന്നും അദ്ദേഹം കാണിച്ചു തരട്ടെ അല്ലേ. പിന്നെ ചില കമന്റുകളൊക്കെ എന്നെ ഒത്തിരി സങ്കടപ്പെടുത്താറുണ്ട്. വേറൊന്നും കൊണ്ടല്ല, സന്തോഷം കൊണ്ടും നിങ്ങൾക്ക് എന്നോടുള്ള ആ സ്നേഹം കാണുമ്പോൾ ഒത്തിരി സങ്കടം തോന്നും. മനസ്സറിഞ്ഞ് അടുത്ത് കണ്ടിരുന്നെങ്കിൽ കെട്ടിപ്പിടിച്ച് ചക്കര ഉമ്മ തന്നേനെ എന്ന് വിചാരിക്കും. അത്രയും സ്നേഹത്തോടെയാണ് പലരും എന്നോട് കമന്റുകൾ ഇടാറുള്ളത്. അപ്പൊ എല്ലാവരോടും സ്നേഹം കേട്ടോ. ദിവസത്തെ കുർബാന കൂടി എൻ്റെ അനുഗ്രഹം എൻ്റെ പ്രിയപ്പെട്ടവർക്കും കൂടി ഉള്ളതാണ്. കാരണം നിങ്ങൾ എനിക്ക് താങ്ങായി നിൽക്കുന്നവരും ചിലരൊക്കെ ഇവിടെയും ഉണ്ട്. അതുകൊണ്ട് അത് അവിടെയും ഇരിക്കട്ടെ കേട്ടോ. ഞാൻ ഒന്ന് ചായ ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. ചോറ് ഇരിപ്പുണ്ട് ഉച്ചക്കലത്തേക്ക്, പിന്നെ രാത്രിയിലത്തേക്ക് ചോറില്ല. പിന്നെ ഒരു ചായയൊക്കെ ഇട്ട് കുടിക്കാം. കഴിക്കാനൊന്നും ഇരിപ്പില്ല, ഒന്നും വേണമെന്നില്ല കേട്ടോ. ചായ ഇടാം, പിന്നെ 2 ചക്കപ്പേരിയൊക്കെ കഴിക്കാം എന്ന് വിചാരിച്ചു. ഉച്ചക്കലത്തേക്ക് ചോറും മീൻ വറക്കാനും പിന്നെ മോരുകറിയുണ്ട്. എന്തെങ്കിലും കറി ഉണ്ടാക്കണം, വേറെ മെഴുക്ക് വരട്ടിയോ അങ്ങനെ എന്തെങ്കിലും. എന്താണ് ഓക്കെയാണ് ഇന്നത്തെ ഇത്രയും നേരത്തെ വിശേഷങ്ങൾ. ഇനി ബാക്കിയൊക്കെ നമുക്ക് പുറകാല വീഡിയോ എടുക്കാം. കുറച്ച് തുണികൾ കഴുകാനുണ്ട്, അതൊക്കെ എടുത്ത് വാഷിംഗ് മെഷീനകത്തോട്ട് ഇടാം. ഇത് ഇച്ചിരി വെയിലൊക്കെ ഉണ്ട്, കുറെ തുണികൾ കഴുകിയിട്ടതൊക്കെ ഉണങ്ങിയെങ്കിൽ ബാക്കി എടുത്തിടാം, അല്ലെങ്കിൽ പിന്നെ നാളെ ഇടാം എന്നൊക്കെ. ചായ അല്ല കാപ്പി. കുട്ടിനെ കൂടി ഇച്ചിരി വെച്ചേക്കാം. പിന്നെ ചോറൊക്കെ എടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ
ഉച്ചക്കലത്തേടെ കഴിഞ്ഞിട്ട് നമുക്ക് രാത്രിയിലത്തേക്കുള്ള ചോറ് അരി അതിനകത്ത് തിളപ്പിച്ച് വെക്കാം. പിന്നെ ഇവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് വേവ് നോക്കി വാർത്തിടാൻ പറ്റും. മറ്റേതെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ തിളപ്പിച്ച് വെച്ച് വൈകുന്നേരം വരെ ഇവിടെ ഇരിക്കുകയല്ലേ. അതാണ്, അതുകൊണ്ടാന്ന് തോന്നുന്നു ചോറ് എളുപ്പം വേവുന്നോണ്ടാന്ന് തോന്നുന്നു അങ്ങനെ എന്തോ ഒരു കുഴപ്പം. ഞാൻ ഉടുത്തിട്ട് തുണിയൊക്കെ കഴുകാനിടാം. ഒരു പച്ചമാങ്ങ കിട്ടിയായിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് മാങ്ങാച്ചമ്മന്തി മീൻ വറുത്തത് മോരുകറി മാക്കാമായിരുന്നു. മോനുകുട്ടൻ വരട്ടെ. അപ്പുറത്ത് മാങ്ങയുണ്ട്, പക്ഷെ അത് അവിടെ പണിക്കാരുണ്ട്. മോനുകുട്ടനെ വിട്ടിട്ട് നമുക്ക് ഒരെണ്ണം അടർത്താൻ ശ്രമിക്കാം. പോവോന്നറിയത്തില്ല, നോക്കാം. കാപ്പി കുടിക്കാം. ഇനിയായിട്ടാണ് ഞാൻ ഇറക്കൊക്കെ കുറച്ച് കഴിഞ്ഞ ദിവസം എടുത്തത് കേട്ടോ. പക്ഷെ എനിക്ക് കഴുത്ത് വലുതായി, ഇങ്ങനെ വെച്ച് തയ്ക്കണം. ഇങ്ങനെ ഇറങ്ങി കിടക്കുന്ന ഇഷ്ടമല്ല. വാഷിംഗ് മെഷീനകത്തൊരു തുണിയും കൂടെ വാരി ഇട്ടിട്ട് ചായ കുടിക്കാതിരിക്കുന്നുള്ളൂ. ചായ കുടിക്കാനിരിക്കുമ്പോൾ അങ്ങ് ഇരിക്കും കുറേ നേരം. ഇരിക്കട്ടെ. വിഷുവിന് ഉടുത്തതാ, കഴുകാതെ മടക്കി വെക്കാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇവിടെ ഇട്ടിരുന്ന കേട്ടോ. ഇതൊന്ന് നമുക്കൊന്ന് ഒലച്ചിടാൻ അതിനുശേഷം ആരോഗ്യം അനുവദിച്ചില്ല. ഇന്നിപ്പോ നമുക്ക് ഒന്ന് മുക്കി ബക്കറ്റിലോട്ട് വെക്കാം. മോനുകുട്ട കഷ്ടമുണ്ട്. മോനുകുട്ട ഒരു മാങ്ങ പറിച്ചോണ്ട് പോവാ മോനുകുട്ട. അവിടെ മലയാളം അറിയാവുന്ന അങ്കിളുമാരും ഉണ്ട്. ഉണ്ട്. ഒരു പച്ചമാങ്ങ പറിച്ചോണ്ട് പാടാ. വലുതായി, പക്ഷെ അമ്മ ഇപ്പഴും കുഞ്ഞാ. ശരി. ഇല്ല, ഒരു മാങ്ങ പറിച്ചോണ്ട് വരാൻ പറഞ്ഞാൽ എന്നെ ഇത്രയൊക്കെ പറയണോ മോനിക്കുട്ട? ഒരു മാങ്ങ ചമ്മന്തി അമ്മമ്മയുടെ അടുത്ത് ഉണ്ടോന്ന് ചോദിച്ചിട്ട് വന്ന ബാഗ് വേറെ ഉണ്ടോ നോക്ക്. എനിക്ക് വയ്യ. തോട്ടി ഉണ്ടാക്കാൻ എന്റെ കൈ വയ്യാത്തോണ്ടല്ലോ മോനിക്കുട്ട, കഷ്ടം. വേണ്ട പോ, നീ മിണ്ടത്തില്ല പോ. ഹിന്ദിയോ ഞാനൊരു ഓർഡർ ചെയ്ത് വരുത്തിയത്, അത് കൊടുത്തപ്പം എന്തോ ആക്ഷനായതെന്നറിയോ? ചുമ്മാ കള്ളത്തിനെ കാണിക്കൂല. ചൂടില്ലാത്ത സാധനം കൊടുത്താലും തൊട്ടിട്ട് ചൂടാന്ന് പറയാ നമ്മളോട്.
ഭയങ്കര ചൂടാണ്. എന്തു അമ്മ രാമനോ? ഇന്നലെ ആ പഞ്ചാമൃതം കൊടുത്തപ്പം വാ തുറക്കത്തില്ല. എപ്പോഴായിരിക്കും എഴുന്നേറ്റ്. നല്ല കാര്യം. അവരൊന്നും കഴിച്ചില്ല. രാവിലെ ചായ കുടിച്ചു, 5 ഉപ്പേരി വീട്ടിൽ കഴിച്ചു. എന്റെ മോനിക്കുട്ടൻ പച്ചമാങ്ങ പറിച്ചോണ്ട് വരാൻ പോവാ കേട്ടോ. അയ്യോ അതൊക്കെ പോവും. ഇരുന്നും കിടന്നും ഫോൺ വിളിച്ചു, ആങ്ങളെ വിളിച്ചു, പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഒരു ചേച്ചി വിളിച്ചു, മുത്ത് വിളിച്ചു, പിന്നെ കൊച്ചുകൂടി വിളിച്ചിട്ടുണ്ട്, തിരിച്ചു വിളിക്കണം. അങ്ങനെയൊക്കെ അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് മോനിക്കുട്ടൻ വന്നത്. ഇനിയിപ്പോൾ നമുക്ക് 1 മണി കഴിഞ്ഞ് ചോറുണ്ണാം. രാവിലെ ഒന്നും കഴിക്കാത്തൊന്ന് വിശപ്പുണ്ട്. അമ്മ വെട്ടമാങ്ങ കറി വെച്ചിട്ട് മൊത്തം മാങ്ങ പെരടി ചമ്മന്തി അരയ്ക്കണം എന്നൊരു മോഹം മനസ്സിലുള്ളതുകൊണ്ട് ചമ്മന്തി അരയ്ക്കാം. മാങ്ങ കിട്ടുവാണ്. മോനിക്കുട്ടൻ കവറും ഒക്കെ ആയിട്ട് തേങ്ങ കൂടി വെക്കാം. അതോ മാങ്ങ കിട്ടിയില്ല, അല്ലാത്ത ചമ്മന്തി അരയ്ക്കാം. വെട്ടമില്ലല്ലേ? കഴിഞ്ഞ ദിവസം മുളക് മേടിച്ചതാണ്. അത് കഴുകി നമുക്ക് അങ്ങോട്ട് വെയിലത്തോട്ട് വെക്കാം. ഇപ്പം ഇച്ചിരി വെയിലൊക്കെ ഉണ്ട്, കൊണ്ടുവെക്കാം, ഉണക്കാം. ചമ്മന്തി റെഡി. മാങ്ങ ചമ്മന്തി സൂപ്പർ ചമ്മന്തി അല്ലേ? സൂപ്പർ അല്ലേ ചമ്മന്തി? സൂപ്പർ അല്ലേ? ഇത് ഞാൻ തോണ്ടി തിന്നാൻ സൂപ്പർ ചമ്മന്തി കേട്ടോ. ഞാൻ അരച്ചത് കൊണ്ട് പറയുന്നതല്ല, നല്ല ചമ്മന്തി. മാങ്ങ അടത്താൻ പോയത് കൊണ്ട് വിയർത്ത്. അപ്പൊ ഒരു കുളി പാസ്സാക്കാൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. ചോറുണ്ണാം, വിളമ്പട്ടെ. മോനിക്കുട്ടൻ കഴിക്കാൻ ഇരുന്നു. ചോറ് വിളമ്പി കേട്ടോ. മാങ്ങാക്കറി, മാങ്ങ ചമ്മന്തി, മീൻ വറുത്തത്, മാങ്ങയുടെ പെരളിയായിരുന്നു. കഴിക്കട്ടെ. മോനിക്കുട്ടൻ കഴിക്കാൻ തുടങ്ങി. വാ. എന്തോ
ഒരു കാര്യം പറയാൻ എന്നെ എപ്പോഴും പിണങ്ങിയിരിക്കുക കേട്ടോ. ഒരു കാര്യം പറഞ്ഞാൽ കണക്ക് അമ്മ മിണ്ടുവോ? അമ്മേ മിണ്ടുവോന്ന് ഒരു ഉമ്മട്ടാ. ഇച്ചിരി നേരം ഞാൻ കിടക്കാൻ പോകട്ടെ. വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. ഉറക്കം വരുന്നിടം വരെ വീഡിയോ എഡിറ്റ് ചെയ്യും, എന്നിട്ട് ഉറങ്ങാം. പിന്നെ നമുക്ക് എഴുന്നേറ്റ് ചായ ഇടാൻ സമയമാകുമ്പോൾ എഴുന്നേക്കാം. കിടക്കട്ടെ. എഴുന്നേറ്റു, ചായ ഇടാം. ഊനിക്കുട്ടൻ പാട്ട് പാടുന്ന കേട്ടോ. 5:30 ചായ ഇടാം. ചായയുടെ കൂടെ കഴിക്കാനൊന്നുമില്ലെന്നാണ് എൻ്റെ ഒരു നോക്കാം. ബാ. ഉറക്കത്തിൽ നമ്മൾ ഈ തീറ്റ മാത്രമേ ഉള്ളല്ലോ നമ്മുടെ മനസ്സിൽ. അങ്ങനെ ഞാൻ ഉറക്കത്തിൽ വിചാരിച്ചു എന്തായിരുന്നു ചായയുടെ കൂടെ എന്തെങ്കിലും ഉപ്പേരി വറുത്ത് കഴിക്കാൻ. അപ്പം എനിക്ക് വേറെ ഇഷ്ടമുള്ളൊരു സാധനം എൻ്റെ ഇരിപ്പുണ്ട്. അത് ഞാൻ ഉപ്പേരി വറക്കാം പോട്ടെ. കുറച്ചേ ഉള്ളൂ. നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ അതൊന്ന് പറയണേ. ചേമ്പാട്ടോ, ചേമ്പ് നമുക്ക് വറുത്ത് കഴിക്കും. എങ്ങനെയുണ്ട് ഐഡിയ? അരിഞ്ഞുകൊണ്ട് വന്നു കേട്ടോ. നമുക്ക് വറക്കാമേ. ഇത് ആദ്യമായിട്ട് വറക്കുക. വറുത്തതൊക്കെ കഴിച്ചിട്ടുണ്ട്, പക്ഷെ തനിയെ വറക്കുന്നത് ആദ്യമായിട്ടാട്ടോ. ഇവര് വേറെ തിരിച്ചു. ഇവര് വിചാരിച്ച എന്തുവാ കുഞ്ഞിന്റെ കാര്യം കണ്ടാ പറഞ്ഞേന്ന്. കുഞ്ഞിനെ കൊണ്ട് ഞാൻ അന്നേരം അവിടെ ഇന്ന് പറഞ്ഞു അവന്റെ കാര്യമായിരിക്കും. ഞാൻ അന്നേരം ഇതിന്റെ ഇടയ്ക്കൊന്നും പറഞ്ഞു ഇത് കേട്ടോണ്ട് നിൽക്കുക. വെച്ചിട്ട് ഇറങ്ങിയായിരിക്കും. ഞാൻ നമ്മുടെ മാമി ഏതാണ്ട് സൂത്രം ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ നോക്കി ഉണ്ടാക്കിയാ മതി. ഇതൊന്നും കീറി കളയാതെ ഇത് നോക്കി ഉണ്ടാക്കി പഠിക്കണം. ഇനി ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് എല്ലാവിധ പ്രോത്സാഹനങ്ങളും ഉണ്ടായിരിക്കുന്നു. അമ്മച്ചിയോട് ചോദിച്ചോ? പണി എന്തുവായിരുന്നു ഫോട്ടോ എടുത്ത് അവരങ്ങോട്ട് അയച്ചു തരും. ഒന്നും വേണ്ടാതാ ഞാൻ ചോദിച്ചോണ്ടിരിക്കും. എന്തുവാ ഇഷ്ടപ്പെട്ടോ ജാനിക്കുട്ടിയെ? സോപ്പ് കളഞ്ഞു തോന്നുന്നു. ഇത് ഗ്യാസിന്റെ മറ്റേ ഗുളിക കേട്ടോ. അത് വേദനയുടെ മറ്റേ ഗ്യാസിന്റെ അത് വെച്ചോ. ഞാനിമോളെ
ചായ കൂടിയൊക്കെ കഴിഞ്ഞു. വണ്ടി മേളിലിരിക്കുവായത് കൊണ്ട് അപ്പുറത്ത് വെച്ചിട്ട് ഇങ്ങോട്ട് വന്നേ കേട്ടോ. വീട്ടിലെത്തി. കുട്ടി കുക്കും വന്നിട്ടുണ്ട്, അതിന് കുഞ്ഞോ വന്നില്ല, അവര് പോകാമല്ലോ. ഹലോ. കടയിലോ? കടയിലോ? ഞാനെന്തിനാ ഇന്ന് കടയിൽ പോന്നെ? ഞാൻ ഇന്ന് കടയിൽ പോകേണ്ട ആവശ്യം എന്തോ? ഞാൻ ഒരു ദിവസം വീട്ടിൽ ഇരിക്കാനും നീ അനുവദിക്കത്തല്ലയോ നീ? എന്തുവാ? 400. എന്റെ ദൈവമേ, നിന്നിൽ ആശ്രയിക്കുന്ന അടിയനെ രക്ഷിക്കണമേ. കർത്താവേ, എന്നോട് കൃപയുണ്ടാകണമേ. ഇടപെടാതെ ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. അടിയന്റെ ഉള്ളത്തെ സന്തോഷിപ്പിക്കണമേ. ഹോവേ, നിങ്കിലേക്ക് ഞാൻ എൻ്റെ ഉള്ളം ഉയർത്തുന്നു. കർത്താവേ, നീ നല്ലവനും ക്ഷമിക്കുന്നവനും നിന്നോട് അപേക്ഷിക്കുന്നവരോടൊക്കെ മഹാദയാലുവുമാകുന്നു. കുളിയും ജപവും ഒക്കെ കഴിഞ്ഞു. പിന്നെ ചുമ്മാ ഇവിടോട്ട് വന്നിരുന്ന കേട്ടോ. ലോങ് വീഡിയോ എഡിറ്റ് ചെയ്യണമെന്നും കണ്ടിരിക്കുവാണ്. ഉച്ചയ്ക്ക് അങ്ങോട്ട് കിടന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. ഭയങ്കര ക്ഷീണവും എനിക്കറിയത്തില്ല. ഞാൻ കിടന്നു കഴിയുമ്പോൾ എൻ്റെ ദേഹത്തെ വേദനകളെല്ലാം അങ്ങ് എഴുന്നേൽക്കുമെന്ന് തോന്നുന്നു കേട്ടോ. അതിഭയങ്കര വേദനയാണ്. പിന്നെ ദേഹം മുഴുവനും തിരിഞ്ഞു കിടക്കാൻ പറ്റത്തില്ല, നേരെ കിടക്കാൻ പറ്റത്തില്ല. നേരെ കിടക്കുമ്പോൾ എനിക്ക് അടിവയറ്റ് വേദന എടുക്കുന്ന പോലെ തോന്നും. തിരിഞ്ഞു കിടക്കുമ്പോൾ ഈ തോളും വയ്യ, ഈ തോളും വയ്യ. വല്ലാത്തൊരവസ്ഥയാണ് എൻ്റെ ദൈവമേ. എന്നാ ഒന്ന് കിടക്കണ്ട എന്ന് വിചാരിച്ചാൽ ക്ഷീണം കൊണ്ട് മനുഷ്യനിരിക്കാൻ വയ്യ. സ്റ്റീൽ ഗ്ലാസ്സിൽ മതിയായിരുന്നു. കിട്ടിയ പായസം. ഇന്നലെ ഈ ബുക്ക് കൊണ്ടുവന്ന് കൊടുത്തില്ല, അത് നോക്കി വരച്ച കോഴിയാ. പിന്നെന്തുവാ, ഇതൊക്കെ ഞാൻ എൻ്റെ പ്രിയങ്ങളെ കാണിച്ചത്. ഇന്നലെ അത് നോക്കി വരയ്ക്കാൻ എനിക്ക് ഒക്കത്തില്ലെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഉത്സാഹിപ്പിച്ച് വരച്ചതാ. നല്ല രസമില്ലേ? നോക്കട്ടെ പായസം. പിന്നെ ഇച്ചിരി സമയമുള്ളപ്പോ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തിടട്ടെ, അല്ല ഇന്നിനി നടക്കത്തില്ല. മഴക്കോട് ഭയങ്കര കോളും കാറ്റും ഒക്കെ ഒന്ന്, പക്ഷെ പെയ്തില്ല കേട്ടോ. എൻ്റെ രാത്രി പെയ്യുമായിരിക്കും, നോക്കാം. വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു. സേവ് ആക്കണം, പോസ്റ്റ് ചെയ്യണം. അപ്പോഴത്തേക്ക് നമുക്ക് മീൻ വറുത്ത് ചോറ് 8 മണിയായി കേട്ടോ. ഉടുക്കലെല്ലാം ഇത് പായസം. ഉടുക്കലോട് നോക്കാം. ഇരിക്കുന്നല്ലോ ഉടുപ്പ് മാറ്റി. ചോറ് കറക്റ്റാണ്. നമ്മള് രാവിലെ ഇട്ടിരുന്നെങ്കിൽ ഇത് വെന്ത് അളിഞ്ഞു പോയേന്. അത് എനിക്ക് അങ്ങനെ ഇരിക്കുന്ന ഇഷ്ടമല്ല. വാർത്തിടട്ടെ. ചാറുണ്ട് വേണം. എടുത്തു. വേണ്ട എടുത്തു. അമ്മയ്ക്ക് വേണ്ട. ചോറ് പോലും വിശപ്പില്ല അധികം. ഇച്ചിരി ചോറ് മതി. അമ്മ ഒരു കൂട്ടി കഴിച്ചോ. ചമ്മന്തി അത്രയും വേണ്ടേ? ഇമ്മിണി ചോറ് മതി. ശരിക്കും എനിക്ക് വിശപ്പില്ല. വെള്ളം കൂടെ കുടിച്ചോ. അത്രയും ചോറ് മതി. ഒരുമ ചോറ് മതി. ഞാൻ എടുത്ത ചോറ് വേണം, നിങ്ങൾ ചിരിക്കരുത്. ദേ ചമ്മന്തി ആവശ്യം പോലെ എടുത്തിട്ടുണ്ട് കേട്ടോ. എടുത്തിട്ടുണ്ട്. എണ്ണയിൽ മുക്കി പൊരിക്കുമായിരുന്നു മീൻ, അതുകൊണ്ടാണ് ഇച്ചിരി ഡ്രൈ ആക്കി. അതും കൂടി എടുത്തു കേട്ടോ. ഇത് മതി. ഇന്നത്തെ നമ്മുടെ അത്താഴം ഇതാണ്. കഴിക്കാൻ പോവാണ്. എൻ്റെ പ്രിയങ്ങളോടെല്ലാം സ്നേഹം, സന്തോഷം.
എല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കുന്നതിന്, ആശ്വാസം പകരുന്നതിന് എല്ലാത്തിനും നന്ദി കേട്ടോ. അപ്പോൾ നമുക്കിനി നാളെ കാണാം. ടാറ്റ, ഓക്കെ, ബൈ ബൈ, സി യു. മോരുകറി ഉണ്ട് കേട്ടോ, ഞാൻ എടുത്തില്ല. വേണ്ട, ഇത് മതി, കഴിക്കട്ടെ. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.